നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിൻ്റെ സ്വർഗീയ മാതാവിനെയും വളരെ നീചവും നികൃഷ്ടവുമായ ഭാഷയിൽ അസഭ്യം പറഞ്ഞ് അധിക്ഷേപിച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന മലയാള മാധ്യമങ്ങളും അങ്ങനെ തന്നെ പരിചയപ്പെടുത്തുന്ന ജാൻ മണിയനെ പോലീസ് തൂക്കി. ആ വാർത്ത പ്രതീക്ഷിച്ചിരുന്നവർ ആഹ്ലാദിക്കാൻ വരട്ടെ. കേരള പോലീസ് അവർക്ക് മേൽ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ സ്റ്റേഷനിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളായിരുന്നു. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസിൻ്റെ പരാതിയിന്മേലാണ് കേരള പോലീസിൻ്റെ നടപടി. അപ്പോൾ എന്തായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ ജാൻ മണിയൻ പുറത്തിറങ്ങി വീണ്ടും സ്വൈരവിഹാരം നടത്തുവാൻ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം, എന്തായാലും അത്ര എളുപ്പത്തിൽ ഈ കേസ് തീരില്ല. കോടതിയിൽ വന്നു പോകണം. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകും. ഇനി പ്രതിഭാഗത്തിനെതിരെ വാദിഭാഗത്തിന് കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തണമെന്നുള്ള ആവശ്യം കോടതിയിൽ ഉന്നയിക്കാം. അത്തരത്തിലുള്ള നിയമ നടപടികൾ തുടർന്നുണ്ടാകും. എന്തായാലും കേസ് കഴിഞ്ഞിട്ടില്ല, കളി കഴിഞ്ഞിട്ടില്ല. പക്ഷേ മറുവശത്ത് നവ്യ ഹരിദാസിനെ പോലുള്ളവരെ വിമർശിച്ചുകൊണ്ടൊരു വിഭാഗം BJP അനുഭാവികളും അനുകൂലികളും ഇറങ്ങിയിട്ടുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ. അവർ പറയുന്നത് ഈ കേസ് കൊടുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമായിരിക്കണം, ഗുരുതരമായ വകുപ്പുകളായിരിക്കണം ചുമത്തിയിരിക്കുന്നത് എന്ന് ഉറപ്പാക്കണ്ടേ എന്നുള്ള ചോദ്യങ്ങളുമായി ഇറങ്ങിയിട്ടുണ്ട്. അവരോട് പറയാനുള്ളത്, എന്നാൽ പിന്നെ നിങ്ങൾക്ക് കേസ് കൊടുക്കാമായിരുന്നല്ലോ. അത്തരത്തിൽ യാതൊരു ഉദ്യമത്തിനും മുതിരാതെ ഒരു ചാരുകസേരയിൽ കിടന്ന് ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകുക എളുപ്പമാണ്. അവരോട് അത്ര മാത്രമേ പറയുവാനുള്ളൂ. ഇനി പറയുവാനുള്ളത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോടാണ്. ഇനി പ്രബുദ്ധരെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടും. ആ അർത്ഥത്തിൽ വേണം അതിനെ എടുക്കാൻ. പ്രബുദ്ധത എന്ന് പറയുന്നത് വളരെ വിചിത്രമായൊരു പ്രബുദ്ധതയാണ് കേരളത്തിലെ ജനങ്ങൾക്ക്. അടിയന്തരാവസ്ഥ ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട കാലഘട്ടമായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും ജീവിക്കുവാനുള്ള അവകാശം പോലും ഇല്ലാതാക്കപ്പെട്ട ഇരുണ്ട കാലഘട്ടമായ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അതിനുത്തരവാദികളായ കോൺഗ്രസിനെ 110 സീറ്റുകളിലേക്ക് ജയിപ്പിച്ച് ഭരണത്തിലേറ്റിയ പ്രബുദ്ധതയാണ് കേരള ജനതയ്ക്കുള്ളത്. പിണറായി വിജയനെ പോലെ കെടുകാര്യസ്ഥതയുടെ പ്രതിരൂപമായിട്ടുള്ള, അഴിമതിയുടെ പ്രതിരൂപമാണെന്ന് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായി വരുന്ന ഒരു വ്യക്തിയെ 10 വർഷങ്ങൾ തുടർച്ചയായി കേരളം ഭരിക്കുവാൻ അനുവദിച്ച ജനതയാണ് പ്രബുദ്ധരായ കേരള ജനത. ഞാനും നിങ്ങളും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. അതിനുമപ്പുറത്തേക്ക് പിണറായി വിജയനെ മടുത്തു കഴിഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിൻ്റെയും പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയാകുവാൻ ഒരുങ്ങി നിന്നിരുന്ന VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയ ഭരണം കൊണ്ടുവന്ന പ്രബുദ്ധരാണ് നമ്മൾ. അടിസ്ഥാനപരമായിട്ട് BJPയോട് ഒരു അടുപ്പമുള്ള മനോഭാവം നമ്മൾ കാട്ടിത്തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാൻ മണിയൻ നിസ്സാരമായി ജാമ്യം നേടി ഇറങ്ങിപ്പോയി സ്റ്റേഷനിൽ നിന്ന് തന്നെ എന്നുള്ള കാര്യം ഓർത്ത് വിഷമിക്കുന്നവരോട് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് പശ്ചിമ ബംഗാളിൻ്റെ കഥയാണ്. 25 വർഷങ്ങൾക്ക് മേൽ ഇത്തരത്തിലുള്ള ഒരു പരിഭവവും പരിതാപവുമായി പശ്ചിമ ബംഗാളിലെ BJP പ്രവർത്തകരും അനുഭാവികളും കഴിഞ്ഞിരുന്നു. അവരുടെ ആ പരിഭവവും പരിതാപവും പരാതികളുമെല്ലാം മാറിയത് ഒടുവിൽ പശ്ചിമ ബംഗാളിലെ ജനത ഒന്നടങ്കം മാറിയതോടുകൂടിയാണ്. അവരുടെ മനോഭാവം മാറിയതോടുകൂടിയാണ്. ചാരുകസേരയിൽ കിടന്ന് രാജ്യനന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ നൽകുന്നത് നിർത്തി സമ്മതിദാനം വിനിയോഗിച്ച് തിരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തുകളിലെത്തി BJPയെ അധികാരത്തിലെത്തിച്ചതോടുകൂടിയാണ് പശ്ചിമ ബംഗാളിലെ ജനങ്ങൾക്ക് നല്ല കാലം എന്നുള്ളത് എന്താണെന്ന് തിരിച്ചറിയുവാനുള്ളൊരവസരമെങ്കിലും ലഭിച്ചത്. അത്തരത്തിലൊരവസരത്തിലേക്ക് കേരളം ഇതുവരെ എത്തിയിട്ടില്ല. പശ്ചിമ ബംഗാളിന് മുൻപ് ത്രിപുര ആ അവസരം കൈവന്നപ്പോൾ അത് വിനിയോഗിച്ചു. ഏറെക്കാലം എടുത്തുവെങ്കിൽ പോലും കേരളം ഏറ്റവും അവസാനം ആ അവസരം വിനിയോഗിക്കുന്ന ഒരു സംസ്ഥാനമായിരിക്കുമെന്നുള്ളതാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു ഗണനം. അതിന് കാരണമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പ്രബുദ്ധതയാണ്. അത് പശ്ചിമ ബംഗാളിലായിരുന്നു ഭാരതത്തിൽ ഏറ്റവും അധികം പ്രബുദ്ധതയുള്ളത്. ഇത്തരത്തിലുള്ള പ്രബുദ്ധത ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വിപരീത ദിശയിലുള്ള പ്രബുദ്ധത, നകാരാത്മകമായിട്ടുള്ള പ്രബുദ്ധത എന്ന് വേണമെങ്കിൽ പറയാം. സർക്കാസ്റ്റിക്കായിട്ടാണ് ആ പദം ഉപയോഗിച്ചതെന്നും വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള പ്രബുദ്ധത ഏറ്റവും കൂടുതൽ പശ്ചിമ ബംഗാളിലാണ് എന്നാണ് ഭാരതത്തിൽ പൊതുവെ ഉണ്ടായിരുന്നൊരു ധാരണ. അത് ഇപ്പോൾ മാറിയിട്ടുണ്ട്. കേരളത്തിലാണ് ആ പ്രബുദ്ധത ഏറ്റവും അധികം എന്നുള്ളത് ഭാരതീയർക്ക് ബോധ്യമായിട്ടുണ്ട്, കേരളീയർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. വെറുതെ പറയുന്നതല്ല. ഞാൻ നേരത്തെ പറഞ്ഞ 2 ഉദാഹരണങ്ങൾ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിനെ ഭരണത്തിലേറ്റിയത് 10 വർഷങ്ങൾ തുടർച്ചയായ വിജയൻ, അതിനുശേഷം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയുള്ള സതീശൻ, ഇത്തരത്തിലുള്ള ഭരണങ്ങൾ കൊണ്ടുവരുന്നതിൽ
അത്യുത്സാഹം കാണിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. തന്നെയുമല്ല, BJP അനുഭാവികളുടെ കാര്യം പറഞ്ഞാൽ അവരിലും ആ പ്രബുദ്ധതയുണ്ട്. എന്നിലും BJP അനുഭാവിയായ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനായ നിങ്ങളിലും ആ പ്രബുദ്ധതയുണ്ട്. വ്യത്യസ്ത കാര്യങ്ങളിലായിരിക്കുമെന്ന് മാത്രം. സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ട ദിവസം വരുമ്പോൾ ഒരുപക്ഷെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന ഒരു പ്രബുദ്ധനായിരിക്കാം നിങ്ങൾ. ഞാൻ അത്തരത്തിലുള്ള പ്രബുദ്ധനല്ല. പക്ഷേ അടിസ്ഥാനപരമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സാമൂഹ്യ പ്രസക്തിയുള്ള, നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്ന, രാജ്യത്തെ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു കുറിപ്പ് ഞാൻ എഴുതിയിട്ടാൽ അതിന് ലൈക്കും ഷെയറും ഞാൻ ഉദ്ദേശിച്ച അത്ര കിട്ടിയില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് അതിനേക്കാൾ കൂടുതൽ ലൈക്കും ഷെയറും കിട്ടിയ അതേ വിഷയത്തിലുള്ള കൂടുതൽ മെച്ചപ്പെട്ട ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുവാൻ വൈമുഖ്യം കാണിക്കുന്ന ഒരു പ്രബുദ്ധനായിരിക്കാം ഞാൻ. 2 സാഹചര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രബുദ്ധത ഏറിയും കുറഞ്ഞും എന്നിലും നിങ്ങളിലും ഇപ്പോഴുമുണ്ട്. അത് തന്നെയാണ് ഈ സംസ്ഥാനത്തിൻ്റെ ശാപം. പ്രബുദ്ധരായ മലയാളി. അടിസ്ഥാനപരമായിട്ട് വിവരക്കേടെന്ന് പുറത്തുള്ളവർ വിമർശിക്കും. ആ വിവരക്കേട് എന്നിലും നിങ്ങളിലുമുണ്ട്. ആ വിവരക്കേടുകൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ജാൻമണിയനെ പോലുള്ളവർ സ്വൈരവിഹാരം നടത്തി ഇപ്പോഴും കേരളത്തിൽ വിലസുന്നത്. ഇനി നിയമവ്യവസ്ഥയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസിന് എഴുന്നേറ്റ് നിന്നൊന്ന് തൊഴുകയും സല്യൂട്ട് അടിക്കുകയും വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം TG മോഹൻദാസ് സാറിനെ വീട് വളഞ്ഞ് ഒരു ഒസാമ ബിൻ ലാദനെയോ മറ്റോ പിടികൂടുന്ന തരത്തിൽ പിടികൂടി കൊണ്ടുപോയി തിരുവനന്തപുരത്ത് എത്തിച്ചൊടുവിൽ കോടതിയുടെ മുൻപിൽ പ്രോസിക്യൂഷനും പോലീസ് സംവിധാനങ്ങളും ഒരുപോലെ നാണം കെട്ട് ആ മനുഷ്യനെ തിരുവനന്തപുരത്തേക്കൊരു സൗജന്യ യാത്ര, 3 ദിവസം താമസിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കൽ, ഇതെല്ലാം ചെയ്തു കൊടുത്ത് നാണക്കേട് മാത്രം പ്രോസിക്യൂഷനും കേരള പോലീസിനും ബാക്കിയായി തിരികെ എറണാകുളത്തേക്ക് അദ്ദേഹത്തിന് പോകുവാനുള്ളൊരവസരവും നൽകിയ കേരള പോലീസിന് ആ സല്യൂട്ടും തൊഴുകയും മാത്രമായാൽ അത് പോരാതെ വരുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അപ്പോഴും കേരള പോലീസിലെ പച്ച വെളിച്ചങ്ങൾ പറയുന്നത് ഒരു ദിവസം അയാളെ പോലീസ് വാഹനത്തിൽ കയറ്റുവാൻ ഞങ്ങൾക്ക് സാധിച്ചല്ലോ, അതുകൊണ്ട് തന്നെ സുഡാപ്പികൾ കൃതാർത്ഥരായി, ഞങ്ങളുടെ അന്നദാതാക്കളായ ജിഹാദികൾ കൃതാർത്ഥരായി എന്ന മനോഭാവത്തിലാണ് കേരള പോലീസിലെ പച്ച വെളിച്ചം. തന്നെയുമല്ല, TG മോഹൻദാസിന് ഇല്ലാത്തത് എന്തൊക്കെയോ ജാൻമണിയിനുണ്ട് എന്ന് തെളിയിച്ച പച്ച വെളിച്ചങ്ങൾക്കും തൊഴുകയോടുകൂടി ഒരു സല്യൂട്ട് നൽകുന്നു. തൊഴുകയോടുകൂടി തന്നെ വേണം സല്യൂട്ട് നൽകാൻ. അതിന് എങ്ങനെ ശാരീരികമായി സാധ്യമാകുമെന്നുള്ളതൊക്കെ ലോജിക്കൽ ക്വസ്റ്റ്യൻസാണ്, അല്ലെങ്കിൽ യുക്തി ഉപയോഗിച്ചുള്ള ചോദ്യങ്ങളാണ്. അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. കേരള പോലീസാണ് വിഷയം ഈ കാര്യത്തിൽ. അതിനുമപ്പുറത്തേക്ക് പ്രബുദ്ധ മലയാളിയിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ ഈ കേരള പോലീസ് ഉൾപ്പെടെയുള്ളവർ അവരുടെ പ്രൊഫൈലിന് ലൈക്ക് ചോദിച്ച് നടക്കുന്നതെല്ലാം വിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കും. വീണ്ടും അതിനുദാഹരണം പശ്ചിമ ബംഗാൾ തന്നെയായിരുന്നു. സുവേന്ദു അധികാരി സർക്കാർ അധികാരത്തിലേറുന്ന നിമിഷം വരെ മമതാ ബാനർജിക്കും അഭിഷേക് ബാനർജിക്കും വിടുപണി ചെയ്തിരുന്ന പശ്ചിമ ബംഗാൾ പോലീസ് ഇപ്പോൾ ഉത്തർപ്രദേശ് പോലീസിനെ കവച്ചു വയ്ക്കുന്ന പ്രകടനമാണ് പശ്ചിമ ബംഗാളിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് അനധികൃത കുടിയേറ്റക്കാരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണെങ്കിലും ഇത്തരത്തിലുള്ള ജാൻമണിയന്മാരെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണെങ്കിലും കൃത്യമായിട്ട് തന്നെ ഉത്തർപ്രദേശിനെ മാതൃകയാക്കി ഒരുപക്ഷെ ഉത്തർപ്രദേശിനേക്കാൾ മികച്ച പ്രകടനമാണ് അവരവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു പ്രകടനത്തിലേക്ക് നമ്മുടെ കേരള പോലീസിനെയും നിയമ സംവിധാനത്തെയും എത്തിച്ച് രാജ്യനന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുവാൻ അവരെ നിർബന്ധിതരാക്കണമെങ്കിൽ അതിന് തക്കെ ഒരു ഭരണകൂടത്തെ എത്തിക്കുവാനുള്ള ഒരു മനസ്ഥൈര്യം, ഒരു മനോഭാവം, അതിനുള്ള ഒരു തീരുമാനം, ആ തീരുമാനം നടപ്പാക്കുവാനുള്ള ഒരു ദൃഢനിശ്ചയം, ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാകണം, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ. അല്ലാതെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ട ദിവസം കുടുംബവുമായി ഗുരുവായൂരോ മൂകാംബികയ്ക്കോ തീർത്ഥയാത്ര പോയി കഴിഞ്ഞാൽ ദൈവം എന്തായാലും ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടുതരില്ല. മൂകാംബിക ദേവിയും ആ പ്രശ്നത്തിന് പരിഹാരം കാണില്ല, ഗുരുവായൂരപ്പനും കാണില്ല. കാരണം നിങ്ങളിൽ നിക്ഷിപ്തമായൊരു ശക്തി വിനിയോഗിക്കാതെ ദൈവം നോക്കിക്കൊള്ളും. അല്ലെങ്കിൽ ചാരുകസേരയിൽ കിടന്ന് അവിടെ ആ മണ്ഡലത്തിൽ വോട്ട് കുറഞ്ഞതിന് ആരാണ് ഉത്തരവാദി? അത് ഇന്നയാളല്ലേ, അയാളെവിടെ ചുമതല ഏൽപ്പിക്കേണ്ട എന്ന് എനിക്ക് പണ്ടേ ഉള്ള അഭിപ്രായമായിരുന്നു. ഞാൻ 2014 തന്നെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാനത് പറഞ്ഞിരുന്നു. അതനുസരിക്കാതെ പോയതാണ് BJPയുടെ പ്രശ്നം. BJPയിലെ കേരള നേതാക്കളെല്ലാം കഴിവുകെട്ടവരാണ് എന്നുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുകയും എന്നാൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാതെ ഈ പറഞ്ഞതുപോലെ തീർത്ഥയാത്രയ്ക്കോ വിനോദയാത്രയ്ക്കോ ഒന്നുമില്ലെങ്കിൽ ഈ വെയിലും കൊണ്ടുപോയി അവിടെ ക്യൂ നിൽക്കുന്നത് എങ്ങനെ, ബാക്കിയുള്ളവർ ചെയ്യട്ടതേ, ഞാൻ വേണ്ട ഉപദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടല്ലോ എന്ന ചാരിതാർത്ഥത്തോടുകൂടി വീട്ടിൽ തന്നെ അടയിരിക്കുകയും ചെയ്യുന്ന പ്രബുദ്ധരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നാട്ടിൽ നടക്കുവാനുള്ള കാരണം, അതിൻ്റെ പ്രധാന ഉത്തരവാദികൾ. അതിനൊരു സംശയവും വേണ്ട. ജാൻമണിയന്മാരുണ്ടാകുന്നത്
നമ്മുടെ അലസത കൊണ്ടാണ്, നമ്മുടെ അലക്ഷ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രമീമാംസയും രാഷ്ട്രീയ മീമാംസയും കാരണമാണ്. അതിനുമപ്പുറത്തേക്ക് നമ്മെ ഇങ്ങനെയൊക്കെ വില കുറച്ച് കണ്ടാൽ മതി എന്ന ധാരണ ഇടത് വലത് കക്ഷികൾക്ക്, അതായത് വലതെന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് UDFനെയും ഇടതെന്നുള്ളത് LDFനെയുമാണ്. വലതെന്നുള്ളത് യഥാർത്ഥ വലതുപക്ഷമായിട്ടുള്ള BJP അല്ല ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞത്. അവർക്ക് LDFനും UDFനും ഒരുപോലെ എന്നെയും നിങ്ങളെയും വില കുറച്ച് കണ്ടാൽ മതി. സംഘടിത വോട്ട് ബാങ്കായ ജിഹാദികളെയും കുറച്ചുകൂടി, ജിഹാദികളിൽ നിന്ന് ഒരളവ് കുറഞ്ഞതാണെങ്കിലും സംഘടിതമായിട്ടുള്ള മറ്റുള്ളവരെയും നമുക്ക് പ്രീണിപ്പിച്ചാൽ മതി. ഹിന്ദുക്കൾ, മറ്റുള്ളവർ, സാധാരണ മലയാളികൾ, അവന്മാർ പോഴന്മാരാണ്, കഴുതകളാണ്, എന്ത് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു ബഹളമുണ്ടാക്കിയാൽ രാജീവ് ചന്ദ്രശേഖർ അത്ര പോരാ, അല്ലെങ്കിൽ ഫണ്ട് തിരിമറി നടത്തി എന്നുള്ളൊരു വിവാദം യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഉയർത്തിവിട്ടാൽ അവരതിൻ്റെ പിന്നാലെ പോയി ഇങ്ങനെയൊക്കെയാണോ, എന്നാൽ ഞങ്ങളതിന് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പിണറായി വിജയനെ പാഠം പഠിപ്പിക്കുവാൻ കോൺഗ്രസ്സിനൊരു ഓട്ട എന്ന് ഈ പറയുന്നത് പോലെ ഖദർ സംഘികളെ കൊണ്ട് ഒരു പ്രചരണം നടത്തിച്ചാൽ അതിൻ്റെ പിന്നാലെ പോകുന്നവരാണ്. അങ്ങനെയുള്ളവരല്ലെങ്കിൽ അവർ ഗുരുവായൂർ തൊഴാൻ പോകും തിരഞ്ഞെടുപ്പിൻ്റെ ദിവസം. അത്തരത്തിലുള്ള ധാരണ കൃത്യമായി തന്നെ LDFനും UDFനും ഉണ്ടാകുവാൻ ഉള്ള കാരണവും ഞാനും നിങ്ങളും തന്നെയാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രബുദ്ധതയാണ്. ആ പ്രബുദ്ധത മാറ്റിവെക്കാതെ ജാൻമണിയന്മാർ അവരർഹിക്കുന്ന ശിക്ഷ വാങ്ങി അഴിക്കുള്ളിലേക്ക് പോകും. അല്ലെങ്കിൽ പോയില്ലെങ്കിൽ അതിൻ്റെ കാരണം പരാതി കൊടുത്ത നവ്യ ഹരിദാസോ അല്ലെങ്കിൽ മറ്റ് 60 സ്റ്റേഷനുകളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ പരാതി കൊടുത്ത മറ്റുള്ളവരോ കൃത്യമായി അവരുടെ പരാതിയിൽ കാര്യങ്ങൾ എഴുതി ചേർക്കാത്തത് കൊണ്ടാണ്, വ്യക്തമായി എഴുതി ചേർക്കാത്തത് കൊണ്ടാണ് എന്നുള്ള പാഴുപദേശങ്ങളുമായി, വെറും പാഴായി പോകുന്ന ഉപദേശങ്ങളുമായി ചാരുകസേരയിൽ തന്നെ തുടർന്ന് പശ്ചിമ ബംഗാളിനും ത്രിപുരയിലുമൊക്കെ ഉണ്ടായൊരു നല്ല കാലം വരുന്നത് കാണാൻ ഭാഗ്യമില്ലാതെ തന്നെ ചത്തൊടുങ്ങി മണ്ണോട് മണ്ണായി പോകാം, അല്ലെങ്കിൽ ചാരമായി പോയി ഏതെങ്കിലും നദിയിൽ കലങ്ങി വീണ്ടും പുനർജനിക്കാം. അന്നെങ്കിലും കാണുമെന്നുള്ള പ്രതീക്ഷയോടെ അന്ന് ഈ പ്രബുദ്ധത ഈ അളവിൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകില്ല എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, ആ പ്രാർത്ഥന പോലും ഉള്ളിൽ വരണമെങ്കിൽ ആരെങ്കിലും പറയണമെന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. എനിക്കും നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്, ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ. അത്തരത്തിലുള്ളൊരു പ്രബുദ്ധത നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ജാൻമണിയന്മാർ, നാമൊക്കെ ഏറെ ആദരിക്കുന്ന വ്യക്തിത്വങ്ങളെ അധിക്ഷേപിക്കുകയും അവരുടെ മാതാക്കളെ വരെ അസഭ്യം പറയുകയും എന്നിട്ടത് എനിക്ക് ഹിന്ദിയിൽ നിന്ന് തർജ്ജിമ ചെയ്തപ്പോൾ മലയാളം അറിയാത്തത് കൊണ്ട് പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് പരിഹാസം മനസ്സിലും ചുണ്ടിലും തേച്ചൊട്ടിച്ച് നമ്മുടെ മുൻപിലൂടെ തന്നെ ഇങ്ങനെ വിലസി നടക്കും. അതിന് ഒരു സംശയവും വേണ്ട. എന്തായാലും നവ്യ ഹരിദാസിനും 60 പോലീസ് സ്റ്റേഷനുകളിൽ ഈ നികൃഷ്ടജീവിക്കെതിരെ, ജാൻമണിയൻ എന്ന നികൃഷ്ടജീവിക്കെതിരെ പരാതി നൽകിയ പ്രബുദ്ധരായ, യഥാർത്ഥ പ്രബുദ്ധരായിട്ടുള്ള BJP പ്രവർത്തകർക്കും അഭിനന്ദനങ്ങൾ. കേരള പോലീസിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുന്നേറ്റ് നിന്ന് കുനിഞ്ഞ് തൊഴുതുകൊണ്ട് ഒരു സല്യൂട്ട്. ഈ ഇത്തരം വകുപ്പുകൾ, ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ ജാൻമണിയൻ്റെ മേൽ ചാർത്തിയതിന് എന്തായാലും അഭിനന്ദനങ്ങൾ കേരള പോലീസെ. പച്ച വെളിച്ചത്തോട് നിങ്ങളാണ് യഥാർത്ഥ പച്ച വെളിച്ചം. നിങ്ങളുടെ പ്രവർത്തനമാണ് ശരിക്കും മറ്റുള്ളവർ കണ്ടു പഠിക്കേണ്ടത്. നിശബ്ദരായി എന്നാൽ കാര്യക്ഷമമായി നിങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ഉടയോന്മാരായിട്ടുള്ള ജിഹാദികൾക്ക് വേണ്ട കാര്യങ്ങൾ ഈ സംസ്ഥാനത്ത് ഏത് ഭരണം വന്നാലും നടപ്പാക്കുവാനുള്ള സംവിധാനം ഒരുക്കി വെച്ച് അത് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിപ്പിക്കുന്ന നിങ്ങൾക്ക് യഥാർത്ഥത്തിലൊരു കൂപ്പുകൈ, നിങ്ങളുടെ കാര്യക്ഷമത എന്നെങ്കിലും ഞാനും മറ്റുള്ള പ്രബുദ്ധന്മാരും കണ്ടു പഠിക്കുവാൻ ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഓട്ടപ്രദർശനത്തിൻ്റെ ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ അധ്യായത്തെ സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ തൽക്കാലത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.